മഹാദേവേ നമ. സദ്ഗുരുപരമ്പരാണാം നമോ നമ. ഹരി ഓം. സജ്ജനങ്ങളെ, നമ്മൾ ഈ പാലക്കാട്ട് ഭഗവതിയുടെ അതിവിശിഷ്ടമായിട്ടുള്ള മണ്ഡപ കൽപ്പനാരാശി പ്രകാരമുള്ള ഈ മണ്ഡപത്തിൽ വെച്ചിട്ട് ഏതാണ്ട് ഒരു മൂന്നാമത്തെ തവണയാണ് നമ്മൾ ഈ സുഹൃതഹോമവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തുചേരുന്നത്. നേരത്തെയുള്ള പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ സുഹൃതം ദുഷ്കൃതങ്ങളൊക്കെ മാറി സുഹൃതം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വൈദിക വിധിപ്രകാരമുള്ള വൈദിക മുറയിലുള്ള ഒരു ഗായത്രി ഹോമമാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗണപതിയുടെ ഹോമം, ഗണപതി ഹോമം, ഗണങ്ങളുടെ പതിയാണ് ഗണപതി. അപ്പോൾ എല്ലാവിധത്തിലുള്ള പഞ്ചഭൂതാത്മകമായിട്ടുള്ള ആ പ്രകൃതിയുടെ എല്ലാ ഗണങ്ങൾക്കും നമ്മൾ ആഹുതികൾ സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ പഞ്ചഭൂതാത്മകമായിട്ട് പഞ്ചായതനമായിട്ടുള്ള വിധാനത്തിൽ വെച്ചുകൊണ്ട് ആ പഞ്ചായതന വിധാനത്തിന് അനുമതിയോടുകൂടി കൽപ്പനാരാശി പ്രകാരം പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ സുഹൃതഹോമം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചിങ്ങം 1 1200 കൊല്ലവർഷം 1200 എന്ന് അതിവിശിഷ്ടമായിട്ടുള്ള വർഷം ആരംഭിക്കുന്ന സുമുഹൂർത്തത്തിൽ 4 ദിവസമായിട്ട് 24,000 ഒരു ഗായത്രി മന്ത്രം, ഹോമം, പൂജ, പ്രദക്ഷിണം, നമസ്കാരം, അങ്ങനെ തദംഗങ്ങളായിട്ടുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് സമ്പൂർണ്ണമായിട്ട് നമ്മളിവിടെ യജിക്കുകയാണ്. ഇതിൽ യജ്ഞദേവത എന്ന് പറയുന്നത് സാക്ഷാൽ പരമശിവൻ തന്നെയാണ്. എല്ലാ യജ്ഞങ്ങളുടെയും ദേവത ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ശിവനാണ്. അപ്പോൾ ഇവിടെ അതേ ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ശിവൻ തന്നെയാണ് ഇവിടെ ഈ പരദേവതയായിട്ട് നമ്മൾ യജ്ഞദേവതയായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലുള്ള ഒരു അനുജ്ഞാമന്ത്രം ജപിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അനുജ്ഞാമന്ത്രം എന്ന് പറഞ്ഞാൽ പ്രകൃതി മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ഈ സ്ഥലവും കാലവും ചേർന്നാണ് ഈ പ്രകൃതി. നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ടൈം സ്പേസിൽ നിന്നുകൊണ്ടാണ്. സമയകാലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ പ്രവർത്തനങ്ങളെ ചാർട്ട് ചെയ്ത് അതിനെ വളരെ വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അനന്തമായിട്ടുള്ള ഈ സമയകാലത്ത് ഇങ്ങനെ ഒരു സൽപ്രവർത്തനം നടക്കുമ്പോൾ അത് നമ്മൾ ഈ പ്രകൃതി മുഖേന തന്നെ ഒരു സങ്കല്പം ജപിക്കുകയാണ്. അതാണ് ഈ സങ്കല്പ ജപത്തിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവർക്കും ജപിക്കാം. ഓം സ്വസ്തി ശ്രീ അദ്യ ബ്രഹ്മണ മഹാശ്വേത വരാഹകൽപേ വൈവസ്വത മന്വന്തരേ ദ്വിതീയ പരാർദ്ധേ കലിയുഗേ പ്രഥമേ ഭാഗേ അസ്മിൻ സംവത്സരേ പുണ്യദിനേ ശോഭനേ മുഹൂർത്തേ സപ്തഖണ്ഡേ ജംബുദ്വീപേ ഭാരതഖണ്ഡേ ഭരതവർഷേ മേരോഹോ ദക്ഷിണപാർശ്വേ പരശുരാമക്ഷേത്രേ ക്ഷീരവനപ്രദേശേ മന്തക്കാട് പാണപ്പറമ്പ് പാലക്കാട്ട് ഭഗവതി നാമധേയ അനുഷ്ഠാന മണ്ഡപേ മമ ഇഹ ജന്മനി പൂർവജന്മനി ജന്മാന്തരേഷു അപി സംഭവിതാനാം സകലദോഷാനാം ദുരിതാനാം ദുഷ്കൃതാനാം നിവാരണാർത്ഥം ആയുരാരോഗ്യ അഭിവൃദ്ധി സിദ്ധ്യർത്ഥം ധർമാർത്ഥ കാമമോക്ഷാദി സകലചിന്തിത പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം സർവകാര്യ വിജയാർത്ഥം ഇദം മഹാ സങ്കൽപജപം ആചാര്യമുഖേന കാരയിഷ്യേ അതിക്രൂര മഹാകായ കൽപ്പാന്ത ദഹനോപമാം ഭൈരവായ നമസ്തുഭ്യം അനുജ്ഞാം ദാതും അർഹസി ദുർഭോജന ദുരാലാഭ ദുർപ്രതിഗ്രഹ
സംഭവം ദോഷം ക്ഷിപ്രം ഹര ഹര സഖ്യകന്യേ നമോസ്തുതേ. ഓം കുലദൈവതം പ്രസന്ന. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ. ഓം തത്സൽ. ഇതും കൂടി ശിരസിൽ കൂടി ഒഴിഞ്ഞ് കുടുംബാംഗങ്ങളെയും എല്ലാവരെയും മനസ്സിൽ നന്നായിട്ട് വിചാരിച്ചിട്ട് ഈ താലത്തിൽ തന്നെ ഇട്ടോളൂ. മഹാഗണപതേ വിഘ്നേശ്വരായ